ഓക്കെ കുട്ടികളെ, അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തുടർച്ചയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം ആംഗുലാർ മൊമെൻറ്റം L=NH/2π എന്നുള്ളൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയില്ലേ. അതായത് നമുക്ക് ഒരു എന്താണ് നമ്മളുടെ ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഇലക്ട്രോണിന് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങണമെങ്കിൽ അതിന് സ്പെസിഫൈഡ് ഓർബിറ്റിലേ കറങ്ങാൻ പറ്റുള്ളൂ. ക്യാൻ റിവോൾവ് ഓൺലി സ്പെസിഫൈഡ് ഓർബിറ്റ്സ് വിച്ച് ആർ ഹാവിങ് ആംഗുലാർ മൊമെൻറ്റം ആസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ L=NH/2π എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റത്തിന് വി നോ ആംഗുലാർ മൊമെൻറ്റത്തിന് R×P എന്ന് പറയുന്ന റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. R×P എന്ന് പറയുന്നതിന് പകരം MVR എന്ന് എഴുതിയാലും കുഴപ്പമില്ല അല്ലേ. ദാറ്റ് ഈസ് സിൻസ് ആംഗുലാർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു MVR, അതായത് R×Pയിലെ P എന്ന് പറയുന്നതിന് പകരം MV എന്ന് എഴുതിയിട്ടുണ്ട്, MVR എന്ന് എഴുതാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ therefore ആംഗുലാർ മൊമെൻറ്റത്തിന് പകരം I could write MVR is equal to NH/2π എന്ന് എഴുതാം. MVR is equal to NH/2πയിൽ ഇവിടെ നിന്ന് R is equal to ആണെങ്കിൽ NH/2π MV എന്നുള്ള ഒരു റിലേഷൻ ഉണ്ടാക്കാം അല്ലേ. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ദിസ് ഇക്വേഷൻ ആസ് ഇക്വേഷൻ നമ്പർ 1. വെറുതെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്തു. ഇനി നമ്മൾ വേറൊരു രീതിയിൽ റേഡിയസിനുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ന്യൂക്ലിയസിന് ചുറ്റും ആര് കറങ്ങുന്നുണ്ട്, ഇലക്ട്രോണ് സ്പെസിഫൈഡ് ഓർബിറ്റലിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട് അല്ലേ. ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺ കറങ്ങുമ്പം ആ ഇലക്ട്രോണിന്റെ ഓർബിറ്റൽ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ കറങ്ങാൻ വേണ്ട സെൻട്രിപീറ്റൽ ഫോഴ്സ് ആരാ കൊടുക്കുന്നത്? ഇവിടെ ഇലക്ട്രോൺ കറങ്ങാൻ വേണ്ട സെൻട്രിപീറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ദ നെസസറി സെൻട്രിപീറ്റൽ ഫോഴ്സ് ഫോർ റെവല്യൂഷൻ is provided by the electrostatic force between nucleus and electron. അതായത് ഇവിടെ ഈ ഇലക്ട്രോൺ കറങ്ങാൻ ആവശ്യമായിട്ടുള്ള സെൻട്രിപീറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെൻട്രിപീറ്റൽ ഫോഴ്സിന് പകരം നമുക്ക് അറിയുന്ന എക്സ്പ്രഷൻ കൊടുക്കാം. സെൻട്രിപീറ്റൽ ഫോഴ്സിന് പകരം we have learned that centripetal force expression is mv²/r is equal to ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് നമ്മൾ കൊളുംബ്സ് ലോയുടെ സഹായത്തോടു കൂടി we could write k into q1 q2 divided by r² ആണ്. ഇവിടെ q1 പകരം ഇലക്ട്രോണിന്റെ ചാർജ്, q2 പകരം ന്യൂക്ലിയസിന്റെ ചാർജിനെ നമ്മൾ Z എന്ന് എഴുതട്ടെ, ഡിവൈഡഡ് ബൈ r² എന്നും എഴുതും. അപ്പം സെൻട്രിപീറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് mv²/r is equal to kZe² divided by r² എന്നൊക്കെ എഴുതാം. ഇതിൽ r ഇവിടെയുള്ള r² ഒരു r വെട്ടിക്കളയാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് r-നെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടും, we'll get r is equal to എന്ത് കിട്ടും, r is equal to we could obtain a relation that is r is equal to, let me write, kZe² divided by mv² എന്നുള്ള റിലേഷൻ നമുക്ക് കിട്ടും. ലെറ്റ്സ് ടേക്ക് ദിസ് ഇക്വേഷൻ ആസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ r-ന് NH/2π MV എന്നും r-ന് kZe² divided by mv² എന്ന് പറയുന്ന രണ്ട് റിലേഷൻസ് നമുക്ക് കിട്ടി. ഇനി ഇവിടെ ഈ രണ്ട് r-നെയും ഇക്വേറ്റ് ചെയ്യുകയാണ് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ രണ്ട് r-നെയും ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ therefore we could write equating 1 and 2 we can write NH divided by 2π MV is equal to kZe² divided by mv². അങ്ങനെ എഴുതല്ലേ. ഇതിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ we could cancel this m and m, ഒരു v² ഒരു v-യും ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും. ഓർബിറ്റൽ വെലോസിറ്റിക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് v is equal to
2π ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ 2π kz e സ്ക്വയർ ഡിവൈഡഡ് ബൈ nh പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ nh. Therefore, we are getting an expression for orbital velocity like this. നമ്മളുടെ ഇലക്ട്രോണ് കറങ്ങുന്ന വെലോസിറ്റി എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വെലോസിറ്റിയിലാണ്. ഇലക്ട്രോണിന് ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ് ചെയ്യാൻ പറ്റുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഇതാണെന്നുള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് നമുക്കിപ്പോൾ എന്ത് ചെയ്യാന്നാൽ ഓർബിറ്റൽ വെലോസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഓർബിറ്റൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷനെ നമുക്ക് ഈ റേഡിയസിൻ്റെ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് കൊടുക്കാം. തൽക്കാലത്തേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 1 നമ്മൾ substitute v in equation number 1. വിയുടെ വില ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടും, നമുക്കിവിടെ എന്ത് കിട്ടും, നമുക്ക് ഈ r എന്ന് പറയുന്ന ഇക്വേഷനെ ഇവിടേക്ക് മാറ്റി എഴുതാം. therefore r is equal to nh divided by 2πm അതേപോലെ തന്നെ എഴുതി. പിന്നെ ബാക്കിയുള്ള ഒരു 1/v ആണല്ലേ. 1/vക്ക് വരെ ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതിയാൽ പോരെ. അതായത് ഇവിടെ v ഡിനോമിനേറ്ററിലാണ്, അപ്പം നമുക്കിവിടെ ഇതിൻ്റെ റെസിപ്രോക്കലിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം nh ഡിവൈഡ് ബൈ 2π kz e സ്ക്വയർ എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഓർബിറ്റൽ റേഡിയസിന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ഐ എം ജസ്റ്റ് റീഅറേഞ്ചിങ് ദിസ് ഇക്വേഷൻ, I could write r is equal to n into n, n square, h into h, h square, 2 into 2, 4, pi into pi, pi square, k m z e square എന്നുള്ളത് കിട്ടും. അപ്പം ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഓർബിറ്റൽ റേഡിയസിനും ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്കിവിടെ ഓർബിറ്റൽ റേഡിയസിനും ഓർബിറ്റൽ വെലോസിറ്റിയൊക്കെ നമ്മളുടെ എന്നിൻ്റെ ടേംസിൽ ഓരോ ഇക്വേഷൻസ് കിട്ടി. ഈ ഇക്വേഷൻസിനെ ഉപയോഗിച്ചിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് ദ റിവോൾവിംഗ് ഇലക്ട്രോൺ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ റിവോൾവിംഗ് ഇലക്ട്രോൺ ഒക്കെ കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ ഓർബിറ്റൽ വെലോസിറ്റിയും ഓർബിറ്റൽ റേഡിയസിനുമുള്ള എക്സ്പ്രഷൻ നമുക്കറിയാം. ഈ എക്സ്പ്രഷൻ്റെ സഹായത്തോടു കൂടി നമുക്കിനി കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിക്കുകയാണ് വെച്ചു. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിക്കുകയാണ്. കൈനറ്റിക് എനർജിക്ക് നമുക്കറിയാം ½mv² എന്നുള്ള റിലേഷൻ ഉണ്ട് നമ്മൾ പഠിച്ച കൈനറ്റിക് എനർജി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ വാല്യൂസിൽ m/2 അതേമാതിരി കിടക്കട്ടെ. v² എന്ന് പറയുന്നതിൽ ഇവിടെ വിയുടെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ, വാട്ട് വിൽ ബി ഗെറ്റിംഗ് ഓവർ ഹിയർ, നമുക്ക് ഈ വിയുടെ വാല്യൂ ഇവിടേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും v² അല്ലേ. അപ്പം 4π² k² z² e² ഡിവൈഡഡ് ബൈ n² h² എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ കൈനറ്റിക് എനർജിക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടി. ഇതിനെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് വൃത്തിയുള്ള രൂപത്തിലാക്കുകയാണെങ്കിൽ നമുക്കിവിടെ 2ഉം 4ഉം ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ ഒരു 2 എഴുതാം. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് കോൺസ്റ്റൻറ്റുകളെ മുന്നോട്ടേക്ക്, ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻറ്റുകളെ മുന്നോട്ടേക്കാക്കി എഴുതുകയാണെങ്കിൽ നമുക്കിവിടെ 2π² k² z² e² ഡിവൈഡഡ് ബൈ n² h² എന്ന് കിട്ടും അല്ലേ. വിൽ ബി ഗെറ്റിംഗ് an equation like this. e² അല്ല, നമ്മളിവിടെ z-ൻ്റെ സ്ക്വയർ z², e²ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് e⁴ അല്ലേ വരിക. അതുകൊണ്ട് ഇവിടെ ഞാനൊന്ന് കറക്റ്റ് ചെയ്യട്ടെ. e⁴ ഡിവൈഡഡ് ബൈ n² h² എന്നുള്ള ഒരു റിലേഷൻ നമുക്ക് ഇവിടെ കിട്ടി. Therefore, this is the expression for kinetic energy of the revolving electron. നമ്മളുടെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിക്ക് വി ആർ ഗെറ്റിംഗ് an equation like this. ഇതേ രീതിയിൽ if we want to get an equation for potential energy of the revolving electron, നമുക്കിവിടെ
പൊട്ടൻഷ്യൽ എനർജി ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ കിട്ടണമെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട് U is equal to 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R എന്നുള്ള റിലേഷൻ നമ്മളുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 1/4πε0 വരെയല്ലേ നമ്മൾ K എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിന് അപ്പോൾ K ഇൻറ്റു Q1 പകരം ചാർജ് ഓഫ് ഇലക്ട്രോൺ നമ്മൾ -C എന്ന് എഴുതി. Q2 എന്ന് പറയുന്നതിന് പകരം ചാർജ് ഓഫ് ന്യൂക്ലിയസ് അത് ZE അല്ലേ, ഡിവൈഡഡ് ബൈ R ഇങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് ആറിൻ്റെ വില ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ ഈ ആറിൻ്റെ വാല്യൂ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെ മാറ്റി എഴുതാം? If you are substituting the value of R into this current equation, we can transform this equation as എങ്ങനെ എഴുതാം? -K ZE square ഡിവൈഡഡ് ബൈ R എന്നുള്ളതിനെ ഇതിൻ്റെ റെസിപ്രോക്കലിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. R എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഡിവൈഡ് ബൈ R എന്നാണ് ഇതിൻ്റെ റെസിപ്രോക്കലിനോട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഇൻറ്റു 4π² KM ZE square ഡിവൈഡഡ് ബൈ n² h². ആറിൻ്റെ റെസിപ്രോക്കലിനോട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കൈനറ്റിക് എനർജി കിട്ടിയ അതേ രീതിയിലുള്ള ഒരു ഇക്വേഷൻ തന്നെ കിട്ടും. അതായത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഈ നെഗറ്റീവ് സൈൻ ആദ്യം എടുത്തു, പിന്നെ 4 ഉണ്ട്, π² മുന്നോട്ടേക്ക് എഴുതി, K ഇൻറ്റു K² ആവും, അപ്പോൾ K² എന്ന് എഴുതി, പിന്നെ Z ഇൻറ്റു Z² എന്ന് എഴുതി, പിന്നെ e⁴ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ e⁴ ഇവിടെ ഞാൻ ആ ഫസ്റ്റത്തെ ഇക്വേഷനിൽ ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ തിരുത്താം. അതിൻ്റെ മുന്നേ ഇവിടെ e⁴ ഒരു m ഇവിടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ n² h². ഈ എമ്മിനെ ഇവിടെ കണ്ടപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾക്കൊരു എം ഉണ്ടല്ലേ, ആ എമ്മിനെ ഞാൻ ഇവിടേക്ക് എഴുതാൻ മറന്നുപോയില്ലേ. അപ്പം ആ എമ്മിനെയും കൂടി ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യട്ടെ. ദിസ് എൻ എം ഓവർ ഹിയർ. അപ്പം അത് ഞാൻ കെയർലെസ് മിസ്റ്റേക്ക് വരുത്തിയാണ്, ഇപ്പം നമ്മളത് കറക്റ്റ് ചെയ്തു. അപ്പം ഇങ്ങനെ ആണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എങ്കിൽ ദിസ് ഇസ് ദ ഇക്വേഷൻ ദാറ്റ് വി ഹാവ് ഒബ്റ്റെയിൻഡ് ഫോർ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനുമായിട്ട് വളരെയധികം സാമ്യത ഉണ്ട് അല്ലേ. ദ സെയിം റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഓവർ ഹിയർ ഇറ്റ് ഇസ് 2 ആൻഡ് ഓവർ ഹിയർ ഇസ് -4. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. ഒന്നിൽ 2 ആണെങ്കിൽ ഇവിടെ -4 ആണ്. അത് മാത്രമല്ല കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നമ്മൾ വ്യത്യാസമുള്ളൂ. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിയും കിട്ടി, പൊട്ടൻഷ്യൽ എനർജിനെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. ദ total energy of electron revolving around the nucleus. Total energy of electron revolving around the nucleus നെ കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും അല്ലേ. അങ്ങനെയാണ് ഇവിടെ നമുക്ക് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിനെയും കാണിച്ചിട്ടുണ്ട്. ഈ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കൈനറ്റിക് എനർജി പോസിറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണ്. ഈ വാല്യൂസ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ആകെ ഡിഫറൻസ് ഉള്ളത് എന്താണ്, ഇവിടെ -2 വന്ന സമയത്ത് അല്ല, ഇവിടെ 2 അവിടെ 2 വന്ന സമയത്ത് ഇവിടെ -4 ആണ്. ദാറ്റ് ഇസ് ഓൺലി ഡിഫറൻസ് ഇൻ ദിസ് 2 അല്ലേ. ഇത് രണ്ടിലുമുള്ള ആകെയുള്ള ഡിഫറൻസ് അവിടെ -2 അല്ല ഇവിടെ 2 ആവുന്ന സമയത്ത് ഇവിടെ -4 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആളുകളൊക്കെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ബാക്കിയുള്ള ആളുകളൊക്കെ പുറത്തെടുക്കുകയാണെങ്കിൽ π² K² Z² e⁴m ഡിവൈഡഡ് ബൈ n² h². രണ്ടൊന്നും പുറത്തെടുത്തു. കൈനറ്റിക് എനർജിയുടെ അവിടെ ഒരു 2 വരും, പൊട്ടൻഷ്യൽ എനർജിയുടെ അവിടെ ഒരു -4 വരും അല്ലേ. therefore we are getting an expression for total energy that is 2 - 4 എന്ന് പറയുന്നത് -2. അപ്പം -2
pi square k square z square e raised to 4m divided by n square h square. This is the expression for the total energy. അപ്പം ഒരു ഇലക്ട്രോണ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോണിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇതായിരിക്കും എന്നുള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ വി ആർ ഗെറ്റിംഗ് എൻ എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ എനർജി ഓൾസോ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വി ആർ ഹാവിംഗ് എൻ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി. ഇവിടെ കൈനറ്റിക് എനർജിക്കും പൊട്ടൻഷ്യൽ എനർജിക്കും ടോട്ടൽ എനർജിക്കും ഉള്ള റിലേഷനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരൊക്കെ തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. ചോദിക്കുകയാണ് വാട്ട് ഇസ് സിമിലാരിറ്റി ബിറ്റ്വീൻ ദം. നമ്മളിവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാവും എന്ത്, കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും ഒരേ മാതിരി തന്നെ ഉണ്ട് അല്ലേ. ദാറ്റ് ഇസ് വി കുഡ് സേ ടോട്ടൽ എനർജി ഇസ് ദ നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി. നിങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞത് ശരിയാണോ? നോക്ക്, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവാണ്, ശരിയാണല്ലേ. അതേപോലെ ടോട്ടൽ എനർജി ഇസ്, പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും നമ്മളെ ബന്ധം നോക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജീനെ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എനർജി കിട്ടും. അതുകൊണ്ട് ടോട്ടൽ എനർജി ഈസ് പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജീനെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ കിട്ടും അല്ലേ. Therefore, these are the relations between kinetic energy, total energy and potential energy, total energy. Kinetic എനർജിയും ടോട്ടൽ എനർജിയും തമ്മിലും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും തമ്മിൽ ഇങ്ങനെ കുറച്ച് റിലേഷൻസ് ഉണ്ട്. ഇതും നമ്മൾ മനസ്സിലാക്കി. അപ്പം ഇവിടെ we have obtained the relation between the kinetic energy and total energy and the potential energy and total energy. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്, ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം ഇനി നമ്മൾ ഇതിനെ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയത് എന്തൊക്കെയാണെന്നാൽ നമ്മളിവിടെ കുറച്ച് മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ ചെയ്തു അല്ലേ. ആദ്യം തന്നെ എന്ത് ചെയ്തു? ആദ്യം തന്നെ നമ്മളുടെ ബോർസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷനിൽ നിന്ന് റേഡിയസിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. പിന്നെ സെൻട്രിപീറ്റൽ ഫോഴ്സ് ഫിസിക്കൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നുള്ള രീതിയിൽ റേഡിയസിന് വേറൊരു ഇക്വേഷൻ ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ ആ 2 റേഡിയസിൻ്റെ ഇക്വേഷനോട് ഇക്വേറ്റ് ചെയ്തിട്ട് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ആ വെലോസിറ്റി എന്ന് പറയുന്ന ആരാണ്? അത് ഓർബിറ്റൽ വെലോസിറ്റി. അതേപോലെ തന്നെ നമുക്ക് ഓർബിറ്റൽ റേഡിയസിനും ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റി. r = n²h² / 4π² k mz² അല്ലേ. പിന്നെ കൈനറ്റിക് എനർജിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റി, പൊട്ടൻഷ്യൽ എനർജിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റി, ടോട്ടൽ എനർജിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് കൈനറ്റിക് എനർജിയാണ്, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ബൈ 2 ആണെന്നും നമുക്ക് കിട്ടി അല്ലേ. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏകദേശം വ്യക്തമായി. ഇനിയിപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് അല്ല ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിലാണെങ്കിലോ. നമുക്കിവിടെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിലാണെങ്കിൽ എന്താവും എന്നുള്ളത് നോക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഫോർ ഹൈഡ്രജൻ ആറ്റം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹെഡിങ് എഴുതി വെച്ചോ, ഫോർ ഹൈഡ്രജൻ ആറ്റം. അപ്പം നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിലാണ് നമ്മൾ സങ്കല്പിക്കുന്നതെങ്കിൽ ഫോർ ഹൈഡ്രജൻ ആറ്റം, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് Z എന്ന് പറയുന്ന ആളുടെ വിലയില്ലേ. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിലാണെങ്കിൽ അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് 1 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിലെ ഓരോ ഇക്വേഷനെയും നമുക്കൊന്ന് മാറ്റി എഴുതാൻ പറ്റും. വെലോസിറ്റിയുടെ ഇക്വേഷനിൽ 2πkze² / nh ആണെങ്കിൽ 2πke² / nh എന്ന് എഴുതിയാൽ മതി അല്ലേ. അപ്പം therefore വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റും 2πke² / nh. We could write an equation for velocity like this. വെലോസിറ്റിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. അതേമാതിരി തന്നെ ഓർബിറ്റൽ റേഡിയസിനുള്ള ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് n²h² / 4π² k mz² എന്നാണ് കിട്ടിയത്. ഇവിടെ ആണെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, r = n²h² / 4π m
കെ സെഡ് ഇ സ്ക്വയറിന് പകരം ഇ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി അല്ലേ? നോക്കി നോക്കൂ, നമ്മളുടെ റേഡിയസിന്റെ ഇക്വേഷനിൽ നമ്മൾ സെഡിന് പകരം 1 ആക്കി. അതേപോലെ നമുക്ക് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എഴുതാം. ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എഴുതിയാൽ മതി, കാരണം ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്കറിയാം. അപ്പം ഇവിടെ ടോട്ടൽ എനർജിയുടെ ഇക്വേഷനെ ഞാൻ ഇവിടെ എഴുതട്ടെ. ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ അപ്പം -2 പൈ സ്ക്വയർ കെ സ്ക്വയർ ഇ റേസ് ടു 4m divided by n square h square എന്നും ആക്കാം. Therefore, these are the equations that we require for hydrogen atom. ഹൈഡ്രജൻ ആറ്റത്തിന്റെ സിറ്റുവേഷനിൽ നമുക്ക് കൈനറ്റിക് എനർജി വെലോസിറ്റി, റേഡിയസ്, എനർജി എന്നുള്ള ഈ 3 ആളുകൾക്ക് ഇങ്ങനെ റിലേഷൻ ഉണ്ടാക്കാം. ശരിയല്ലേ? ദിസ് ഇസ് ഫോർ ഹൈഡ്രജൻ ആറ്റം. അപ്പം ഹൈഡ്രജൻ ആറ്റത്തിന്റെ സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് റിലേഷൻസ് യൂസ് ചെയ്യാമെന്നുള്ളതും നമ്മളിപ്പോൾ മനസ്സിലാക്കി അല്ലേ? Therefore, let me just highlight this. ഈ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യമാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ സിറ്റുവേഷനിലുള്ള ഓർബിറ്റൽ വെലോസിറ്റി, ഓർബിറ്റൽ റേഡിയസ് ആൻഡ് ടോട്ടൽ എനർജി, ദിസ് ഇസ് ദ റിലേഷൻ ദാറ്റ് വി ഹാവ് ടു റിമെമ്പർ. ഇനി ഈ ടോട്ടൽ എനർജിയുടെ റിലേഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനെ പിന്നെയും നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അതായത് ഇതിലൊക്കെ കുറേ ഫണ്ടമെന്റൽ കോൺസ്റ്റൻസ് ഉണ്ട് അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിങ്ങൾ ടോട്ടൽ എനർജിയുടെ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ എനർജിയുടെ സിറ്റുവേഷനിൽ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ n സ്ക്വയർ എന്ന് പറയുന്ന ആള് ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ഒരു ഫണ്ടമെന്റൽ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോണിനെ നമ്മൾ കാൽക്കുലേഷൻ പേർപ്പസിന് ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും ടോട്ടൽ എനർജി ഇസ് -13.6 ഡിവൈഡഡ് ബൈ n സ്ക്വയർ, അത്ര ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ളൊരു റിലേഷനും നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എനർജീനെ കിട്ടിയിട്ടുണ്ട് അല്ലേ? -13.6 ഡിവൈഡ് ബൈ n സ്ക്വയർ, അത്ര ഇലക്ട്രോൺ വോൾട്ട് എന്നൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഫസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി കണ്ടുപിടിക്കാൻ ആയിരിക്കും. ഇന്നർമോസ്റ്റ് ഓർബിറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? ആ എനർജീനെ കണ്ടുപിടിക്കണേ. ആ എനർജി E1 എന്ന് പറയുന്നത് എന്തായിരിക്കും? n വരെ 1 കൊടുത്താൽ പോരെ. അപ്പം -13.6 ഡിവൈഡ് ബൈ 1 സ്ക്വയർ എന്ന് പറയുമ്പം -13.6 ഇത്ര ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഇന്നർമോസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി -13.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടി. ഇനി സെക്കൻഡ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി കണ്ടുപിടിക്കണേ നമുക്ക് എന്ത് ചെയ്യാം? -13.6 ഡിവൈഡഡ് ബൈ n സ്ക്വയർ എന്ന് പറയുന്നതിന് പകരം 2 സ്ക്വയർ എന്നാക്കണം അല്ലേ? അപ്പം -13.6 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഇതേപോലെ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ തേർഡ് ഓർബിറ്റ് ആണെങ്കിൽ -13.6 ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ എന്ന് പറയുന്നത് 9. അത് ചെയ്താൽ ഒരു വാല്യൂ കിട്ടും അല്ലേ? അപ്പം ഇങ്ങനെ നമുക്ക് ഓരോ ഇലക്ട്രോണിൻ്റെയും അല്ലെ ഓരോ ഓർബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോണിൻ്റെയും എനർജീനെ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മൾ ആ എനർജീനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാവും. എന്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജിയിൽ നിന്ന് സെക്കൻഡ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജിയിലേക്ക് നല്ല വലിയൊരു വ്യത്യാസമുണ്ട്. There's a large energy gap between energy of the first orbit and energy of the second orbit. അതേമാതിരി തന്നെ സെക്കൻഡ് ഓർബിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ തേർഡ് ഓർബിറ്റിന്റെ എനർജീനെ നമ്മൾ നോക്കുകയാണെങ്കിൽ തേർഡ് ഓർബിറ്റിന്റെ എനർജി സെക്കൻഡ് ഓർബിറ്റിൻ്റെയും ഫസ്റ്റ് ഓർബിറ്റിൻ്റെയും അത്ര എനർജി ഡിഫറൻസ് ഇല്ല. അപ്പം വി ആർ ഗെറ്റിംഗ് ദ എനർജി ഓഫ് ദ തേർഡ് ഓർബിറ്റ് ലൈക്ക് ദിസ്. അതേപോലെ ദ എനർജി ലെവൽ ഓഫ് ദ ഫോർത്ത് ഓർബിറ്റ് നോക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള സെപ്പറേഷൻ പിന്നെയും കുറയും.
പിന്നെയും കുറയും. ലെറ്റ്സ് സേ ദിസ് ഇസ് ദ എനർജി ഓഫ് ദ ഫോർത്ത് ഓർബിറ്റ്. ഫിഫ്ത്ത് ഓർബിറ്റിൻ്റെ എനർജി കുറച്ചുകൂടി വളരെ അടുത്തായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പക്ഷെ നമുക്ക് ഇനി ഇവിടെ വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്നാൽ ഞാനിവിടെ ഫിഫ്ത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഇത് നമ്മളുടെ സിക്സ്ത് ആണ്. പിന്നെ അവർ ഈക്വൽ ഗ്യാപ്പ് ആവുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്ക് വരയ്ക്കാൻ അങ്ങനെ ഡിഫറെൻ്റ് ആക്കി വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ സിക്സ്ത്, സെവൻത്ത് എന്നൊക്കെ ഇങ്ങനെ കാണിച്ചു. അപ്പം ഓരോ ഓർബിറ്റിനും, അതായത് ഫസ്റ്റ് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടെങ്കിൽ സെക്കൻഡ് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺ വേറൊരു എനർജിയാണുള്ളത്. അതേപോലെ തേർഡ് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺ വേറൊരു എനർജി, ഫോർത്ത് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺ വേറൊരു എനർജി. ആൻഡ് ദ ഇലക്ട്രോൺ റിവോൾവിങ് ഇൻ ഈച്ച് ഓർബിറ്റ് ആർ ഹാവിങ് എ സ്പെസിഫൈഡ് എനർജി ലെവൽ. അത് നമുക്ക് മനസ്സിലായി. അതുകൂടാതെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്? ഇത് റേഡിയസ് ഓഫ് ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ ദ nth ഓർബിറ്റ് ആണ്. റേഡിയസ് ഓഫ് ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ ദ nth ഓർബിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്നർമോസ്റ്റ് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ റേഡിയസ് എന്തായിരിക്കും എന്ന് വെച്ചു. ഇന്നർമോസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുന്നത് n=1 ആവുന്ന സമയത്ത്, n=1 ആവുന്ന സമയത്ത് നമ്മളുടെ ഈ റേഡിയസിനുള്ള ഇക്വേഷനെ നമുക്ക് എന്ത് എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് r=h² / 4πm⁴ എന്ന് എഴുതാം. ഇവിടെ h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, k 1/4πε0, അതിൻ്റെ വില 9 × 10⁻⁹ ആണ്. m മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻31. ഈ ചാർജ് ഓഫ് ഇലക്ട്രോൺ 1.6 × 10⁻⁻19. ഇതിൻ്റെ വാല്യൂ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റേഡിയസിന് ഒരു ന്യൂമറിക്കൽ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടും. ആ ന്യൂമറിക്കൽ ആയിട്ടുള്ള ആൻസർ ലെറ്റ് മീ സേ അത് 5.29 × 10⁻⁻11 ആയിരിക്കും. 5.29 × 10⁻⁻11 മീറ്റർ. ഈ ഒരു റേഡിയസിനെ നമ്മൾ ബോർ റേഡിയസ് എന്ന് വിളിക്കും. ബോർ റേഡിയസ്. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് ഈ ബോർ റേഡിയസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ദ orbital radius of the electron revolving in the innermost orbit of hydrogen atom. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ റേഡിയസിനെയാണ് നമ്മൾ ബോർ റേഡിയസ് എന്ന് വിളിക്കുന്നത്. അപ്പം ബോർ റേഡിയസിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കി. അതുകൂടാതെ ഓരോ ഓർബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ എനർജി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി. ഇനി എന്തുകൊണ്ടാണ് സ്പെക്ട്രൽ ലൈൻസ് വരുന്നത് എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് സ്പെക്ട്രൽ ലൈൻസ് വരുന്നത് എന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു സ്പെക്ട്രൽ ലൈൻസ്, ആര് പറഞ്ഞു? ബോർ പറഞ്ഞു. സ്പെക്ട്രൽ ലൈൻസ് വരാൻ കാരണം ഇലക്ട്രോൺസ് ഇൻ ദ എനി ഹയർ ഓർബിറ്റ് ക്യാൻ de-excite ആൻഡ് റീച്ച് ദ ലോവർ ഓർബിറ്റ്. ഹയർ ഓർബിറ്റുള്ള ഇലക്ട്രോണിന് വേണമെങ്കിൽ എനർജീനെ റിലീസ് ചെയ്തിട്ട് ലോവർ ഓർബിറ്റിലേക്ക് വരാം. ഹയർ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന് വേണേൽ എനർജീനെ റിലീസ് ചെയ്തിട്ട് ലോവർ ഓർബിറ്റിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ അതങ്ങനെ ഇലക്ട്രോണിനെ റിലീസ് ചെയ്ത് ലോവർ ഓർബിറ്റിലേക്ക് വരികയാണെങ്കിൽ ആ എനർജീനെയാണ് നമ്മൾ ലൈമൻ ബാൽമർ പാഷൻ റാക്കറ്റ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ സീരീസ് ഒക്കെ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ലൈമൻ സീരീസ് എന്തുകൊണ്ടാണ് കിട്ടുന്നതെന്ന് വെച്ചപ്പം ബോർ അതിനുള്ള എക്സ്പ്ലനേഷൻ എങ്ങനെയാ തന്നു തന്നാൽ, ഇപ്പം 7th ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് സങ്കല്പിക്കും. ആ 7th ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ നേരെ ഫസ്റ്റ് ഓർബിറ്റിലേക്ക് വരികയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന ലൈന് ലൈമൻ സീരീസിലായിരിക്കും. അതേപോലെ തന്നെ if we are imagining an electron which is in the 6th orbit and the electron in the 6th orbit, it is also coming to the first orbit itself, means it will also contribute a line in the Lyman series. 6th orbital electron first orbit variana Lyman series. The electron in the 5th orbit, if they are also coming to the first orbit, then also it will contribute a line in Lyman series. ചുരുക്കി പറയുകയാണെങ്കിൽ the electron which is in any higher orbit, ഏത് ഹയർ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ ആണെങ്കിലും ആ ഹയർ ഓർബിറ്റിൽ നിന്ന് അത് ഫസ്റ്റ് ഓർബിറ്റിലേക്കാണ് വരുന്നതെങ്കിൽ അത് ഉണ്ടാക്കുന്ന ലൈന് അല്ലെ എനർജി എന്ന് പറയുന്നത് ലൈമൻ സീരീസിലായിരിക്കും എനർജി ഉണ്ടാവുക. അപ്പൊ ചോദിച്ചു അല്ല, അപ്പൊ ലൈമൻ സീരീസിലുള്ള ഈ സാധനത്തിന്
അതുകൊണ്ടാണോ അങ്ങനെ സീക്വൻസ് ഓഫ് ലൈൻസ് കിട്ടിയെന്ന് വെച്ചു. അപ്പം നമുക്ക് പറയേണ്ടി വന്നു യെസ്, ദാറ്റ്സ് എ റീസൺ വൈ വി ആർ ഗെറ്റിംഗ് സ്പെക്ട്രൽ സീരീസ് ഇൻ ലൈമൻ സീരീസ് ലൈക്ക് ദിസ്. ലൈമൻ സീരീസ്. അപ്പോൾ ചോദിച്ചല്ല അങ്ങനെയാണെങ്കിൽ ബാൽമർ സീരീസ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ബാൽമർ സീരീസ് കിട്ടുന്നതിനെ പറയണേ നമ്മൾ എന്ത് ചെയ്യാന്നാൽ 7th ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട് എന്ന് വിചാരിച്ചു. ഈ 7th ഓർബിറ്റിലെ ഇലക്ട്രോണിന് ഫസ്റ്റ് ഓർബിറ്റിലേക്ക് തന്നെ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. 7th ഓർബിറ്റിലെ ഇലക്ട്രോൺ ഇഫ് ഇറ്റ് ഇസ് കമ്മിങ് ടു ദ സെക്കൻഡ് ഓർബിറ്റ് then it will contribute a line in the Balmer series. അതൊരു ബാൽമർ സീരീസിലാണ് ലൈൻ ഉണ്ടാക്കുക. അതേപോലെ തന്നെ 6th ഓർബിറ്റിലുള്ള ഇലക്ട്രോണും ഇഫ് ഇറ്റ് ഇസ് കമ്മിങ് ടു ദ സെക്കൻഡ് ഓർബിറ്റ് ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട് എ ലൈൻ ഇൻ ബാൽമർ സീരീസ്. അതേപോലെ 5th ഓർബിറ്റിലെ ഇലക്ട്രോണും സെക്കൻഡ് ഓർബിറ്റിലേക്ക് വരികയാണെങ്കിൽ ബാൽമർ സീരീസിലെ ലൈൻ ഉണ്ടാക്കും. 4th ഓർബിറ്റിലെ ഇലക്ട്രോണും 3rd ഓർബിറ്റിലെ ഇലക്ട്രോണൊക്കെ ഏത് ഹയർ ഓർബിറ്റിലെ ഇലക്ട്രോണും സെക്കൻഡ് ഓർബിറ്റിലേക്കാണ് അല്ലെ സെക്കൻഡ് എനർജി ലെവലിലേക്കാണ് വരുന്നത് അല്ലെ സെക്കൻഡ് ഓർബിറ്റിലേക്കാണ് ഡി എക്സൈറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട് എ ലൈൻ ഇൻ ബാൽമർ സീരീസ്. അപ്പം ലൈമൻ സീരീസ് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടില്ല ഞാൻ ബാൽമർ സീരീസിനെ വരച്ചത് നിങ്ങൾ കണ്ടോ? എന്തുകൊണ്ടാണ് ലൈമൻ സീരീസ് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബാൽമർ സീരീസിനെ വരയ്ക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി നോക്ക്, ലൈമൻ സീരീസിലുള്ള എല്ലാ ആളുകൾക്കും ദാ ഇത്ര എനർജി എന്തായാലും ഉണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് എനർജി കൂടുതലാണ്. പക്ഷെ ബാൽമർ സീരീസിലുള്ള ആളുകൾ എന്തായാലും ഫസ്റ്റ് ഓർബിറ്റിലേക്ക് വരുന്നില്ലെങ്കിൽ അവർ തമ്മിൽ നല്ലൊരു എനർജി ഗ്യാപ്പ് ഉണ്ടാവും. അതുകൊണ്ടാണ് ബാൽമർ സീരീസിൽ ലൈൻ ഉണ്ടായത്. അതേപോലെ തന്നെ ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ലൈമൻ ബാൽമർ പാഷൻ അല്ലേ, പാഷൻ സീരീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ in order to speak about passion series, what happens is in passion series if an electron is in the 7th orbit it could come back to the 3rd orbit. അതേപോലെ 6th ഓർബിറ്റിലെ ഇലക്ട്രോണും 3rd ഓർബിറ്റിലേക്ക് വരികയാണെങ്കിൽ അവരുണ്ടാക്കുന്ന ലൈന് ഏത് ഹയർ ഓർബിറ്റിലുള്ള ഇലക്ട്രോണും if it is coming to the 3rd orbit then it will contribute a line in the passion series. ലൈമൻ ബാൽമർ പാഷൻ സീരീസിൽ ഇങ്ങനെ ഒരു ലൈൻസ് ഉണ്ടാക്കും. അപ്പം പാഷൻ സീരീസ് എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അതേപോലെ പാഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ലൈമൻ ബാൽമർ പാഷൻ ബ്രാക്കറ്റ് അല്ലേ, ബ്രാക്കറ്റ് സീരീസ് ആണെങ്കിൽ 7th ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോൺ എവിടേക്ക് വരണം? 7th ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ 4th ഓർബിറ്റിലേക്ക് വരണം. അതേപോലെ 6th ഓർബിറ്റിലെ ഇലക്ട്രോണും 4th ഓർബിറ്റിലേക്ക് വരിക, 5th ഓർബിറ്റിലെ ഇലക്ട്രോണും 4th ഓർബിറ്റിലേക്ക് വരിക. Therefore that's the reason why we are getting bracket series over here, bracket series. And finally fund series ആണെങ്കിൽ നമുക്ക് ഫണ്ട് സീരീസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7th ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോൺ if it is de-exciting over to the 5th orbit then it will contribute a line in fund series. അതേപോലെ തന്നെ 6th ഓർബിറ്റിലെ ഇലക്ട്രോൺ 5th ഓർബിറ്റിലേക്ക് വരികയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന ലൈന് ഫണ്ട് സീരീസ്. അപ്പം ഇങ്ങനെയാണ് ഫണ്ട് സീരീസ്. അപ്പം ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രൽ സീരീസിനെ വളരെ വ്യക്തമായിട്ട് ആർക്ക് നമ്മളുടെ നീൽസ് ബോറിന് ഈ മോഡൽ ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അതിൽ രസകരമായ വസ്തുത എന്താ പറഞ്ഞാൽ ഈ ലൈമൻ ബാൽമർ പാഷൻ സീരീസ് മാത്രമായിരുന്നു നീൽസ് ബോർ ഈ റിസർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിച്ച സ്പെക്ട്രൽ സീരീസ്. പക്ഷേ നീൽസ് ബോർ പറഞ്ഞു ഭാവിയിൽ നമ്മളെ ടെക്നോളജി പ്രോഗ്രസ് ചെയ്തിട്ട് നമുക്ക് ഇനിയും ഇതിനേക്കാൾ വലിയ സ്പെക്ട്രൽ സീരീസ് ചിലപ്പോൾ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ പോലെ തന്നെ പിന്നെ ബ്രാക്കറ്റും ഫണ്ടും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കണ്ടുപിടിച്ചു. അപ്പം ഇങ്ങനെ അയാൾ സ്പെക്ട്രൽ സീരീസിനെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി സ്പെക്ട്രൽ സീരീസിന് ഒരു ഇക്വേഷനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്നാൽ നമ്മളുടെ ഈ ടോട്ടൽ എനർജിയുടെ ഈ ഒരു റിലേഷനിലെ ഈ റിലേഷനിൽ നിന്ന് ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ മുന്നോട്ടേക്ക് പറയട്ടെ. ടോട്ടൽ എനർജിയുടെ ഈ ഒരു റിലേഷനിൽ നിന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടേക്ക് പറയുകയാണെങ്കിൽ വാട്ട് വി ഹാവ് ടു സേ ഓവർ ഹിയർ ഇസ്, ഞാൻ പറയട്ടെ, ഇപ്പം എന്തായാലും ഒരു ഹയർ ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലേക്ക് ചാടുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു n2th ഓർബിറ്റിൽ നിന്ന് n1th ഓർബിറ്റിലേക്ക് ഒരു ഇലക്ട്രോൺ ചാടുന്നുണ്ട് ചോദിച്ചോ. ഏതോ ഒരു ഹയർ ഓർബിറ്റിൽ നിന്ന് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ലോവർ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ചാടുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്ത എനർജി എത്രയാണെന്ന് ചോദിച്ചു. ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ചാടുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്ത എനർജി. അപ്പം ഇവിടെ ഞാൻ പറയട്ടെ, ഇതൊരു n2th ഓർബിറ്റ് ആണ്, ഇവിടെ നമ്മളുടെ n1th ഓർബിറ്റ് ഉണ്ട്. അപ്പം n2th ഓർബിറ്റിൽ നിന്ന് n1th ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ചാടുകയാണ്.
ഇലക്ട്രോൺ ഡീഎക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ റിലീസ് സം എനർജി അല്ലേ, കുറച്ച് എനർജീനെ റിലീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ റിലീസ് ചെയ്ത എനർജി എന്ന് പറയുന്നത് എച്ച് ന്യൂയുടെ ടേംസിലാണ് പുറത്തേക്ക് പോകുക അല്ലേ. ദ റിലീസ്ഡ് എനർജി വിൽ കം ഔട്ട് ഇൻ ദ ഫോം ഓഫ് എച്ച് ന്യൂ. കാരണം മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് എനർജി റിലീസ്ഡ് പാക്കറ്റ് ആയിട്ടാണ് നീങ്ങുക എന്നുള്ളത്. അപ്പം N2 ഓർബിറ്റിൽ നിന്ന് N1 ഓർബിറ്റിലേക്ക് ഡീഎക്സൈറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്ന എനർജി എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം വിചാരിച്ചു. ഈ N2 ഓർബിറ്റിലുള്ള ആ ഒരു ഇലക്ട്രോണിന്റെ എനർജി, N2 ഓർബിറ്റിലുള്ള ഈ ഒരു ഇലക്ട്രോണിന്റെ എനർജീനെ നമുക്കിതാ ഈ റിലേഷന്റെ സഹായത്തോടു കൂടി, നമ്മളുടെ എനർജിയുടെ ഈ റിലേഷന്റെ സഹായത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു വാട്ട്. ഞാനിതിനെ E2 എന്ന് എഴുതട്ടെ. E2 is equal to -2 pi square k square e raised to 4 m divided by N2 square h square ആയിരിക്കും അല്ലേ. അതായത് ഇവിടെ ആകെ വ്യത്യാസം വന്നിരിക്കുന്നത് ഈ N2 ഓർബിറ്റ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നാൽ N സ്ക്വയറിന് പകരം N2 സ്ക്വയറിനാക്കി. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ എനർജി ഓഫ് ദ ഇലക്ട്രോൺ വിച്ച് ഇസ് ഇൻ ദ N1 ഓർബിറ്റ് ആണ്, ഞാൻ E1 എന്ന് എഴുതുകയാണ്. E1 എന്ന് പറയുന്നതിന് -2 pi square k square e raised to 4 m divided by N1 square h square എന്ന് എഴുതിക്കൂടെ, എഴുതാം. അങ്ങനെയാണ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യുന്നാൽ ഇതിൽ നിന്ന് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും ഇവിടെയുള്ള എനർജി ഡിഫറൻസ് ആയിരിക്കും ഡെൽറ്റ ഇ അല്ലേ. അപ്പം എനർജി ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നാൽ ദാറ്റ് ഇസ് E2 മൈനസ് E1 അങ്ങനെ എഴുതിക്കൂടെ, എഴുതാം അല്ലേ. E2 മൈനസ് E1. E2 മൈനസ് E1നെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇവിടെ ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ E2ൻ്റെയും E1ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു ആണ് ഇവിടെ കോമൺ ആയിട്ടുള്ള ആളുകളെ പുറത്തെടുക്കുക അല്ലേ. കോമൺ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ആകെ ഡിഫറൻസ് ഉള്ളത് എന്താ, E1ൻ്റെ അവിടെയാണെങ്കിൽ N1 സ്ക്വയർ ആണ്, E2ൻ്റെ അവിടെയാണ് N2 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആളുകളൊക്കെ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ -2 pi square k square e raised to 4 m ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ. ഇത്ര ആളുകൾ കോൺസ്റ്റന്റ് ആണ്. ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നാൽ ബാക്കിയുള്ളത് നമുക്ക് 1/N2 സ്ക്വയർ, കാരണം N2 ആണ്, N2 മൈനസ് N1 ആയതുകൊണ്ട് 1/N2 സ്ക്വയർ മൈനസ് 1/N1 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ, എഴുതി. ഇനി നെഗറ്റീവ് സൈൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും therefore ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ആണെങ്കിൽ 2 pi square k square e raised to 4 m divided by h square into 1/N1 square minus 1/N2 square എന്ന് എഴുതാം. ശരിയല്ലേ. ഇനി ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എച്ച് ന്യൂ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ന്യൂ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ആണെങ്കിൽ നമ്മളിവിടെ റിലീസ് ചെയ്ത എനർജിയുടെ ഫ്രീക്വൻസി ആയതുകൊണ്ട് ന്യൂ ഇസ് ഈക്വൽ ടു C/λ എന്ന് എഴുതിക്കൂടെ. ന്യൂ ഇസ് ഈക്വൽ ടു C/λ, കാരണം ഇവിടെ റിലീസ് ചെയ്ത എനർജിയുടെ ഫ്രീക്വൻസി ആയതുകൊണ്ട് ന്യൂ ഇസ് ഈക്വൽ ടു C/λ എന്ന് എഴുതാം. അങ്ങനെയാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്നാൽ therefore ഡെൽറ്റ ഇനെ നമുക്ക് hc/λ എന്നും എഴുതിക്കൂടെ. അതുകൊണ്ട് ഈ ഡെൽറ്റ ഇയുടെ വില ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ ഇയുടെ വില നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വില എടുത്തിട്ട് ഇവിടേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും therefore hc/λ is equal to 2 pi square k square e raised to 4 m divided by h square into 1/N1 square minus 1/N2 square ഇങ്ങനെ കിട്ടും അല്ലേ. ഇതിൽ നിന്ന് 1/λ is equal to ആണെങ്കിൽ എച്ചിനെയും സീനെയും ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 2 pi square k square e raised to 4 m ഡിവൈഡഡ് ബൈ h ഇൻറ്റു h സ്ക്വയർ എന്ന് പറയുന്നത് h ക്യൂബ് ഒരു സി കൂടി ഉണ്ടാവും ഇൻറ്റു
1/n1² മൈനസ് 1/n2² എന്ന് കിട്ടും. ശരിയല്ലേ? ആണ്. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു റിലേഷനിൽ നോക്കുകയാണെങ്കിൽ ദാ ഇവിടെ കാണുന്ന ഈ മൊത്തം ആളുകൾ കോൺസ്റ്റൻസ് ആണ്. കോൺസ്റ്റൻസ് ആണെങ്കിൽ ഈ മൊത്തം ആളുകൾക്ക് പകരം നമുക്ക് പുതിയൊരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആ ഒരു കോൺസ്റ്റന്റിനെ നമ്മൾ റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. റിഡ്ബർഗ് കോൺസ്റ്റന്റ്. അപ്പോൾ 1/λ എന്ന് പറയുന്നത് വേവ് നമ്പർ ആണ്. വേവ് നമ്പർ അതിന് ന്യൂ ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുക കേട്ടോ. ന്യൂ ബാർ എന്ന് പറയുന്നത് ഫ്രീക്വൻസി അല്ല, ന്യൂ ബാർ എന്ന് പറയുന്നത് വേവ് നമ്പർ ആണ്. വേവ് നമ്പർ എന്ന് പറയുന്നത് 1/λ ആണ്. 1/λ ദാറ്റ് ഇസ് ന്യൂ ബാർ ദാറ്റ് ഇസ് ഈക്വൽ ടു r ഇൻറ്റു 1/n1² മൈനസ് 1/n2² എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതാണ് നമ്മളുടെ റിഡ്ബർഗ് റിലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു റിലേഷനെ നമ്മൾ റിഡ്ബർഗ് റിലേഷൻ എന്ന് വിളിക്കും. ദിസ് റിലേഷൻ ഇസ് കോൾഡ് ആസ് റിഡ്ബർഗ് റിലേഷൻ. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. ഇതിനെ നമ്മൾ റിഡ്ബർഗ് റിലേഷൻ എന്ന് വിളിക്കും. അതിലുള്ള r എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ നമ്മൾ റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്നും വിളിക്കും. r എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമ്മൾ റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്നും ഈ റിലേഷനെ നമ്മൾ റിഡ്ബർഗ് റിലേഷൻ എന്നും വിളിക്കും. ആ റിഡ്ബർഗ് കോൺസ്റ്റന്റിന് ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. റിഡ്ബർഗ് കോൺസ്റ്റന്റ് ന്യൂമറിക്കൽ വാല്യൂവിനെ പറയുകയാണെങ്കിൽ ഓക്കെ, ഞാനിവിടെ നോക്കിയിട്ട് കാണില്ല. എന്തായാലും റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഒരു വാല്യൂ നിങ്ങൾ ഓർത്ത് വെക്കണം. റിഡ്ബർഗ് കോൺസ്റ്റന്റിൽ അതിന്റെ ന്യൂമറിക്കൽ ഇതിന്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഇക്വേഷനെ നമുക്ക് 2π²k²e⁴m ഡിവൈഡഡ് ബൈ h³c. ഇതാണ് റിഡ്ബർഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു റിലേഷൻ. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇതിനെ റിഡ്ബർഗ് റിലേഷൻ എന്ന് വിളിക്കും. ഇനി നമുക്ക് നമ്മുടെ സ്പെക്ട്രൽ സീരീസിൽ ഓരോ സ്പെക്ട്രൽ സീരീസിലുമുള്ള റിഡ്ബർഗ് റിലേഷൻ നോക്കുകയാണെങ്കിൽ ഓരോ സ്പെക്ട്രൽ സീരീസിലുമുള്ള റിഡ്ബർഗ് റിലേഷൻ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വരച്ച ഈ ഒരു എനർജി ലെവൽ ഡയഗ്രം അല്ലേ, ഈ എനർജി ലെവൽ ഡയഗ്രത്തിനെ നമുക്കൊന്ന് താഴോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ താഴോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറിയാം ഓരോ സ്പെക്ട്രൽ സീരീസ് വരുന്നത് എവിടെ നിന്ന് എവിടേക്ക് നീങ്ങുമ്പോഴാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നാൽ നമ്മളിപ്പം റിഡ്ബർഗ് റിലേഷൻ ഫോർ ലൈമൻ സീരീസ് ആണ് പറയുന്നത് വിചാരിച്ചു. ലൈമൻ സീരീസിന്റെ റിഡ്ബർഗ് റിലേഷൻ ആണ് പറയുന്നതെങ്കിൽ അതിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏത് ഹയർ ഓർബിറ്റിൽ നിന്നാണെങ്കിലും താഴെ എത്തുന്ന ഓർബിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഫസ്റ്റ് ഓർബിറ്റിലേക്കാണ് എത്തേണ്ടത്. അതുകൊണ്ട് ലൈമൻ സീരീസിലാണ് n1 എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, 1 ആണ്. അതേപോലെ തന്നെ ബാൽമർ സീരീസിലാണെങ്കിൽ അവിടെ n1ന്റെ വില, അതായത് ഏത് ഹയർ ഓർബിറ്റിൽ നിന്നും ഡിഎക്സൈറ്റ് ചെയ്ത് എത്തേണ്ട ഓർബിറ്റ് എന്താ, 2 ആണ്. അപ്പൊ n1 എന്ന് പറയുന്നത് 2 ആണ്. അതേപോലെ തന്നെ ലൈമൻ ബാൽമർ പാഷൻ സീരീസിലാണെങ്കിൽ അവിടെ ഏത് ഹയർ ഓർബിറ്റിൽ നിന്നും താഴേട്ടേക്ക് എത്തേണ്ടത് തേർഡ് ഓർബിറ്റിലേക്ക്. അപ്പൊ n1ന്റെ വില 3 ആണ്. അപ്പം ലൈമൻ സീരീസിൽ നമുക്ക് n2ന്റെ വില എന്തായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ n2ന്റെ വില വേണമെങ്കിൽ 1 അല്ലാതെ വേറെ എല്ലാ ഹയർ വാല്യൂസും ആവാം. അതായത് 2, 3, 4 എക്സെട്ര എന്ത് വേണേ ആവാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ കേസിൽ റിഡ്ബർഗ് റിലേഷൻ എന്ന് പറയുന്നതിന് നമുക്ക് 1/λ ഫോർ ലൈമൻ സീരീസ് ആണെങ്കിൽ r ഇൻറ്റു 1/1² മൈനസ് 1/, നമുക്കിവിടെ n2നപ്പം നമുക്ക് വേണേ n നാക്കുകയും ചെയ്യാം. n1 1 എന്ന് കൊടുത്തിട്ട് n2ന് n നോക്കാം, 1/n² നേരം. ഓക്കെ, അപ്പം ഇതാണ് ദ റിഡ്ബർഗ് റിലേഷൻ ഫോർ ഏത് സീരീസ്, ലൈമൻ സീരീസ്. ലൈമൻ സീരീസിന്റെ റിഡ്ബർഗ് റിലേഷൻ ഇങ്ങനെയാണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാൽമർ സീരീസിന്റെ കേസിലാണ് n1 ഈക്വൽ ടു 2 ആണെങ്കിൽ n2 ഇസ് ഈക്വൽ ടു 3, 4, 5 എക്സെട്ര ആയിരിക്കണം. അതിനെ വേണേ n എന്ന് പറയുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1/λ ഓഫ് ബാൽമർ സീരീസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നാൽ r ഇൻറ്റു 1/2² മൈനസ് 1/n² എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് ബാൽമർ സീരീസിന്റെ കേസിലുള്ള സിറ്റുവേഷൻ. ബാൽമർ സീരീസിന്റെ കേസിൽ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കാം.
അതേപോലെ ലൈമൻ ബാൽമർ പാഷൻ സീരീസിലാണെങ്കിൽ N1 = 3 ആണ്, N2 = 4, 5, 6 എക്സെട്ര അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയാണ് 1/λ പാഷൻ = R × 1/3² - 1/n² എന്നും എഴുതാൻ പറ്റും. അപ്പോൾ ഇത് പാഷൻ സീരീസിൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഓരോ സീരീസിൽ, അത് ലൈമൻ ബാൽമർ പാഷൻ മാത്രമാണ് ഞാൻ റിഡ്ബർഗ് റിലേഷൻ എഴുതുന്നത്. ബാക്കി എല്ലാ സിറ്റുവേഷനിലും നമുക്ക് റിഡ്ബർഗ് റിലേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം റിഡ്ബർഗ് റിലേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും ഓരോ സിറ്റുവേഷനിലും റിഡ്ബർഗ് റിലേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് എന്താണെന്നാൽ, ലൈമൻ സീരീസിലാണ് നിങ്ങൾ കാണുമ്പം ഏറ്റവും ഹയർ എനർജി ഉള്ളത്. കാരണം നല്ല ഡിഫറൻസിൽ ട്രാൻസിഷൻ നടക്കുന്നത് ലൈമൻ സീരീസിലാണ്. അപ്പം ലൈമൻ സീരീസിൻ്റെ എനർജി കൂടുതലാണ്. അപ്പം ലൈമൻ സീരീസിൽ എനർജി അല്ലെങ്കിൽ സ്പെക്ട്രൽ സീരീസ് ഉണ്ടാവുന്നത് അൾട്രാ വയലറ്റ് റീജിയനിലാണ്, UV റീജിയനിലാണ് ലൈമൻ സീരീസിലെ സ്പെക്ട്രൽ സീരീസ് നമുക്ക് ഒബ്സർവ് ചെയ്യുന്നത്. അതേപോലെ ഇത് ബാൽമർ സീരീസ് ആണെന്ന് പറഞ്ഞില്ലേ, ബാൽമർ സീരീസിന് സ്പെക്ട്രൽ സീരീസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് വിസിബിൾ റീജിയനിലാണ്, വിസിബിൾ റീജിയൻ. അതുകൊണ്ട് തന്നെയാണ് ബാൽമർ സീരീസ് ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ഒബ്സർവ് ചെയ്ത സ്പെക്ട്രൽ സീരീസ്. അതിനുശേഷമാണ് പിന്നെ ലൈമന് ബാക്കി കിട്ടിയത്. അതേപോലെ ബാക്കിയുള്ള എല്ലാവരും, അതായത് ലൈമൻ ബാൽമർ, ഇത് പാഷൻ സീരീസ് ആണ്, ഇത് ബ്രാക്കറ്റ് സീരീസ് ആണ്, ഇത് ഫണ്ട് സീരീസ് ആണ്. ഇവരെല്ലാം ഉള്ളത് ഇൻഫ്രാറെഡ് റീജിയനിലാണ്, ഇൻഫ്രാറെഡ് റീജിയൻ. അപ്പം പാഷനും ബ്രാക്കറ്റും ഫണ്ടും ഒക്കെ ഉള്ളത് ഇൻഫ്രാറെഡ് റീജിയനിലാണ്. അപ്പം ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്കിങ്ങനെ നമ്മളുടെ എന്ത് ചെയ്യാം, സ്പെക്ട്രൽ സീരീസിനെ ഒബ്സർവ് ചെയ്യാം, സ്പെക്ട്രൽ സീരീസിനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ള മനസ്സിലായി അല്ലേ? ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമുക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ എമിഷനും അതേമാതിരി എബ്സോർപ്ഷനും ഉണ്ട്. അതായത് ഇവിടെ നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത്, ഈ സ്പെക്ട്രൽ സീരീസിലൊക്കെ നടക്കുന്ന പരിപാടി എമിഷനാണ്. അതായത് ഹയർ ഓർബിറ്റിലെ ഇലക്ട്രോണ് ലോവർ ഓർബിറ്റിലേക്ക് വരുന്നത്, ഹയർ ഓർബിറ്റിലെ ഇലക്ട്രോൺ ലോവർ ഓർബിറ്റിലേക്ക് വരുന്ന പരിപാടിനെ എമിഷൻ. അതേപോലെ തന്നെ ലോവർ ഓർബിറ്റിലെ ഇലക്ട്രോണിന് വേണേൽ ഹയർ ഓർബിറ്റിലേക്ക് വരാം. ലോവർ ഓർബിറ്റിലെ ഇലക്ട്രോൺ ഹയർ ഓർബിറ്റിലേക്ക് വരണമെങ്കിൽ അവിടെ എനർജീനെ അബ്സോർബ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ലോവർ ഓർബിറ്റിലെ ഇലക്ട്രോൺ ഹയർ ഓർബിറ്റിലേക്ക് വരുന്ന സമയത്ത് എനർജീനെ അബ്സോർബ് ചെയ്യും. ആ എനർജീനെ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവുന്ന ട്രാൻസിഷനെ അബ്സോർപ്ഷൻ എന്ന് പറയും. അങ്ങനെ ഉണ്ടാവുന്ന സ്പെക്ട്രത്തിനെ അബ്സോർപ്ഷൻ സ്പെക്ട്രം. നമ്മളെ ലൈമൻ ബാൽമർ പാഷൻ ബ്രാക്കറ്റ് ഫണ്ടൊക്കെ എമിഷൻ സ്പെക്ട്രയാണ്. അതേപോലെ തന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അബ്സോർപ്ഷൻ സ്പെക്ട്രേനെയും ഒബ്സർവ് ചെയ്തു ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലേക്ക് പോകുന്ന സമയത്ത്. അപ്പം ഇവിടെ അബ്സോർപ്ഷൻ സ്പെക്ട്രയും കിട്ടാം എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സാധനം, അതായത് ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലേക്ക് പോകുമ്പം എനർജീനെ അബ്സോർബ് ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലേക്ക് പോകുന്ന ഈ ഒരു പരിപാടിനെ എക്സൈറ്റേഷൻ എന്ന് വിളിക്കും. ദ പ്രോസസ് ഓഫ് അബ്സോർബിങ് എനർജി ആൻഡ് ദ ഇലക്ട്രോൺ മൂവിങ് ഫ്രം ലോവർ ഓർബിറ്റ് ടു ഹയർ ഓർബിറ്റ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് എക്സൈറ്റേഷൻ. ആ എക്സൈറ്റേഷൻ ചെയ്യാൻ വേണ്ട എനർജീനെ നമ്മൾ എക്സൈറ്റേഷൻ എനർജി എന്ന് വിളിക്കും. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് സെക്കൻഡ് ഓർബിറ്റിലേക്ക് അതിന് എത്തണമെങ്കിൽ അതിന് എത്ര എനർജി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഓർബിറ്റിന്റെ എനർജിയും സെക്കൻഡ് ഓർബിറ്റിന്റെ എനർജിയും നമ്മൾ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ അത്ര എനർജി വേണം അല്ലേ? ഇനി ഇതേപോലെ തന്നെ ദ എനർജി റിക്വയർഡ് ഫോർ എൻ ഇലക്ട്രോൺ ടു മൂവ് ഫ്രം ലോവർ ഓർബിറ്റ് ടു ഹയർ ഓർബിറ്റ്, ഇറ്റ് ഇസ് കോൾഡ് ആസ് എക്സൈറ്റേഷൻ എനർജി. അത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഓരോ ഓർബിറ്റിന്റെ എനർജി ഡിഫറൻസ് എടുത്താൽ കിട്ടും എന്നുള്ളത് ഞാൻ പറഞ്ഞു അല്ലേ? അതേപോലെ തന്നെ the potential required for an electron to move from lower orbit to higher orbit, it is called as excitation potential. ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ എത്തുകയാണെങ്കിൽ അവിടെ അത് എത്താൻ വേണ്ട പൊട്ടൻഷ്യലിനെ നമ്മൾ എക്സൈറ്റേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും, എക്സൈറ്റേഷൻ പൊട്ടൻഷ്യൽ. അതേപോലെ തന്നെ there's another thing, that is ionization. അയണൈസേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ലോവർ ഓർബിറ്റിലെ ഒരു ഇലക്ട്രോണ് അത് എനർജി കിട്ടിയിട്ട് ഓർബിറ്റിന്റെ ഇൻഫ്ലുവൻസ് നിന്ന് പുറത്ത് പോവുക, അതായത് ആറ്റത്തിന്റെ ഇൻഫ്ലുവൻസ് തന്നെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് നമ്മൾ അയോണൈസേഷൻ എന്ന് വിളിക്കും. ഇഫ് എ
electron is getting a lot of energy, it can move out of the influence of atom. അതിന് വേണ്ട എനർജീനെ നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് വിളിക്കും. അയണൈസേഷൻ എനർജി is the energy required for an electron to move out of the influence of atom. ആറ്റത്തിന്റെ ഇൻഫ്ലുവൻസ് പുറത്തേക്ക് പോകാൻ വേണ്ട എനർജീനെയാണ് അയണൈസേഷൻ എനർജി എന്ന് വിളിക്കാം. And the potential which is required for an atom or required for an electron to move from any orbit out of the influence of atom, that is called as ionization potential. ആ പൊട്ടൻഷ്യലിന് അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്നും ആ എനർജീനെ അയണൈസേഷൻ എനർജി എന്നും വിളിക്കും. ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആറ്റംസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇതിൽ നിങ്ങൾ കേൾക്കുന്നവർ വിചാരിക്കും, ഓഹോ അപ്പൊ സാറേ ബോർ മോഡൽ ആണല്ലേ അൾട്ടിമേറ്റ് മോഡൽ. അല്ല, ബോർ മോഡലിനും വളരെയധികം പാളിച്ചകൾ ഉണ്ടായിരുന്നു. അതെങ്ങനെ നമുക്ക് മനസ്സിലായി? നമ്മൾ പിന്നെയും എക്സ്പെരിമെന്റ് ചെയ്തു പോയി. നമ്മൾ പിന്നെയും എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തു പോയപ്പം എക്സ്പെരിമെന്റ്സ് നമുക്ക് പറഞ്ഞു തന്നു, ഈ ഒരു ലൈമൻ സീരീസും ബാൽമർ സീരീസിന്റെ ഇടയിലൊക്കെ കുറെ ഫൈൻ ലൈൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് കിട്ടി. നമുക്ക് കിട്ടിയ ലൈമൻ സീരീസിനൊക്കെ കുറച്ചുകൂടി വിശദമായിട്ട് സ്പെക്ട്രോഗ്രാഫി വെച്ചിട്ട് സ്പെക്ട്രം എടുത്ത് നോക്കിയപ്പം അതിന്റെ ഇടയിൽ കുറെ ഫൈൻ ലൈൻസ് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ ഫൈൻ ലൈൻസ് കിട്ടുന്നത് എന്നുള്ളത് ബോർ മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. കൂടാതെ ഇപ്പൊ ഹൈഡ്രജന്റെ കേസല്ലേ, ഹൈഡ്രജന്റെ കേസിലല്ലാതെ ഹൈഡ്രജനേക്കാൾ വലിയ ആറ്റംസ് കാണിക്കുന്ന സ്പെക്ട്രം നമ്മൾ ഒബ്സർവ് ചെയ്തു. ആ സ്പെക്ട്രത്തിന് നമ്മളുടെ ബോർ മോഡൽ പ്രകാരം നോക്കുകയാണെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റൽ റിസൾട്ടും തിയറിറ്റിക്കൽ പ്രഡിക്ഷനും തമ്മിൽ മാച്ച് ആവുന്നില്ല. അപ്പം ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രൽ സീരീസ് ഓഫ് ഹയർ ആറ്റംസ്. ഹൈഡ്രജൻ ആറ്റത്തിന് എക്സ്പ്ലെയിൻ ചെയ്തതല്ലാതെ ഹയർ ആറ്റത്തിന്റെ സ്പെക്ട്രൽ സീരീസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ബോർ മോഡലിനെയും പിന്നെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് പുതിയ മോഡൽ വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഇപ്പോഴും എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ ആറ്റത്തിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കണം, ആറ്റത്തിനെ പറ്റിയുള്ള കുറെ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ എക്സ്പെരിമെന്റ്സിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങളെ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മളുടെ അറിവിനെ എങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പുതുതാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മളെ സിലബസിന്റെ ഉള്ളിൽ വാട്ട് ഇസ് ദ ഫെയിലിയർ ഓഫ് ബോർ മോഡൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ബോർ മോഡൽ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫൈൻ ലൈൻസ് ബിറ്റ്വീൻ ദ Lyman and Balmer series and all. And Bohr model could not explain the spectral series of higher order atom other than hydrogen. ഈ കാര്യങ്ങളൊക്കെ പറ്റാത്തത് കൊണ്ട് ബോർ മോഡലും പിന്നീട് നമ്മളെ സയന്റിഫിക് വേൾഡിൽ അതിനെയും ഡിസ്കാർഡ് ചെയ്തു. പിന്നെ പുതിയ മോഡൽസ് വന്നു. പുതിയ മോഡൽസിനെ പറ്റിയിട്ട് സിലബസിൻ്റെ ഉള്ളില്ലാത്തത് കൊണ്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇതപ്പോൾ ഇതാണ് നമ്മളുടെ ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.